ഹായ്, എന്നോടൊപ്പം നീയും ആഘോഷിക്കില്ലേ? വോണ്ട് യു സെലിബ്രേറ്റ് വിത്ത് മീ? ലൂസിൽ ക്ലിഫ്റ്റൺ എന്ന ആഫ്രിക്കൻ അമേരിക്കൻ കവിയുടെ വളരെ പ്രസിദ്ധമായ ഈ കവിത നമുക്കൊന്ന് പരിശോധിക്കാം. എന്താ? വെൽ ഫ്രണ്ട്സ്, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് എ ബ്രീഫ് ഇൻട്രോ. ലൂസിൽ ക്ലിഫ്റ്റൺ ഈസ് എ വെൽ നോൺ ആഫ്രിക്കൻ അമേരിക്കൻ പോയറ്റ്, writer, activist and educator from Buffalo, New York. കറുത്ത വർഗക്കാരിയായ ഒരു അമേരിക്കൻ കവി, അതായത് ആഫ്രിക്കൻ അമേരിക്കൻ കവയിത്രി, എഴുത്തുകാരി, ആക്ടിവിസ്റ്റ്, അധ്യാപിക എന്നീ നിലകളിൽ പേരെടുത്തയാളാണ് ലൂസിൽ ക്ലിഫ്റ്റൺ. ഫ്രം 1979 to 1985 she was poet laureate of Maryland. അമേരിക്കയിലെ മേരിലാൻഡ് എന്ന സംസ്ഥാനത്തെ ആസ്ഥാന കവിയായിരുന്നു 1979 മുതൽ 1985 വരെ നമ്മുടെ പ്രിയ കവി ലൂസിൽ ക്ലിഫ്റ്റൺ. ദിസ് ബ്യൂട്ടിഫുൾ poem entitled Won't You Celebrate With Me first appeared in 1993 in her collection Book of Light. Won't You Celebrate With Me എന്ന ഈ സുന്ദരമായ കവിത വളരെ നേരത്തെ 1960കളിൽ രചിച്ചതാണെങ്കിലും ആദ്യമായി അത് പ്രത്യക്ഷപ്പെടുന്നത് 1993 പ്രസിദ്ധീകരിച്ച ബുക്ക് ഓഫ് ലൈറ്റ് എന്ന കവിതാ സമാഹാരത്തിലാണ്. In the 1960s, when this poem was written, the American civil rights movement was at its peak. 1960കളിൽ നമ്മുടെ ലൂസിൽ ക്ലിഫ്റ്റൺ ഈ കവിത എഴുതുന്ന സമയത്ത് അമേരിക്കയിൽ കറുത്ത വർഗക്കാരുടെ പൗരാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭ സമരങ്ങൾ അതിൻ്റെ മൂർധന്യാവസ്ഥയിലായിരുന്നു. ഓർക്കണം, 1963 ഓഗസ്റ്റ് മാസം 28 വാഷിംഗ്ടണിലെ ലിങ്കൺ മെമ്മോറിയലിലേക്ക് 2.5 ലക്ഷം പേർ ചേർന്ന് നടത്തിയ അത്യുജ്വല മാർച്ചും അവിടെ വച്ച് നമ്മുടെ പ്രസിദ്ധനായ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ നടത്തിയ ഐ ഹാവ് എ ഡ്രീം എന്ന വളരെ പ്രസിദ്ധമായ പ്രസംഗവും ഒക്കെ ഈ കാലഘട്ടത്തിൽ നടന്നതാണ് എന്നോർക്കണം. ഇറ്റ് അവേക്കൻഡ് എ ന്യൂ സെൻസ് ഓഫ് സെൽഫ് അവെയർനെസ് ഫോർ ആഫ്രിക്കൻ അമേരിക്കൻസ്. ഈ സംഭവങ്ങളൊക്കെ തന്നെ കറുത്ത വർഗക്കാരായ ആഫ്രിക്കൻ അമേരിക്കക്കാരിൽ ഒരു പുതിയ ആത്മബോധം ഉണർത്തി. ജനറേഷൻസ് ഓഫ് ആഫ്രിക്കൻ അമേരിക്കൻസ് ഹാഡ് എക്സ്പീരിയൻസ്ഡ് ബോത്ത് എ ഹിസ്റ്റോറിക്കൽ എക്സൈൽ ഫ്രം ആഫ്രിക്ക ആൻഡ് എ മെറ്റഫോറിക്കൽ എക്സൈൽ ഫ്രം ദ സോ കോൾഡ് അമേരിക്കൻ ഡ്രീം. തലമുറകളായി കറുത്ത വർഗക്കാർ അവരുടെ സ്വന്തം ജന്മദേശമായ ആഫ്രിക്കയിൽ നിന്നുള്ള ചരിത്രപരമായ നാടുകടത്തലിനും പ്രസിദ്ധമായ അമേരിക്കൻ സ്വപ്നത്തിൽ നിന്നുള്ള ആലങ്കാരികമായ നാടുകടത്തലിനും ഇരയായിട്ടുണ്ട്. ദ poem Won't You Celebrate With Me celebrates her identity in a world dominated by the white patriarchy. വെള്ളക്കാർക്കും അവരുടെ പുരുഷ മേൽക്കോയ്മയ്ക്കും ആധിപത്യം മേൽക്കൈയുള്ള ഒരു ലോകത്ത് കറുത്ത വർഗക്കാരിയായ തൻ്റെ സ്വന്തം വ്യക്തിത്വം ആഘോഷിക്കുകയാണ് Won't You Celebrate With Me എന്ന് പേരായ ഈ കവിത. The beauty of the poem lies in the honest expression of the poet about her achievement for making it to the top without any role model or support system. റോൾ മോഡലോ മറ്റു പിന്തുണയോ ഒന്നുമില്ലാതെ തനിച്ച് സ്വന്തം പ്രയത്നം കൊണ്ട് ലോകത്തിൻ്റെ നെറുകയിൽ എത്താൻ കഴിഞ്ഞ തൻ്റെ നേട്ടം, ഈ നേട്ടത്തിൻ്റെ സത്യസന്ധമായ ആവിഷ്കാരത്തിലാണ് ഈ കവിതയുടെ സൗന്ദര്യം. She has overcome every hurdle in her life and rose to the peaks of excellence, such as Chancellor of the Academy of American Poets and the Poet Laureate of Maryland. തൻ്റെ ജീവിതത്തിലുണ്ടായ ഓരോ പ്രതിസന്ധിയെയും ഒന്നൊന്നായി അവർ സധൈര്യം നേരിട്ടു. അങ്ങനെ
വളരെ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിപ്പെട്ടു. ഉദാഹരണത്തിന് അക്കാഡമി ഓഫ് അമേരിക്കൻ പോയറ്റ്സിന്റെ തലപ്പത്ത് അതിൻ്റെ ചാൻസലറായും അമേരിക്കയിൽ മേരിലാൻഡ് എന്ന സംസ്ഥാനത്തെ ആസ്ഥാന കവിയായും അവർ നിയമിതയായി. ഷീ ഹാസ് അച്ചീവ്ഡ് ഇറ്റ് single-handedly despite being a woman from the non-white community amidst the hostility of everything against her. ഇതൊക്കെ അവർ നേടിയത് സ്വന്തം അധ്വാനത്തിലൂടെയാണ് എന്ന് ഓർക്കണം. പുരുഷ മേധാവിത്വം അതിശക്തമായി നിലനിന്നിരുന്ന അമേരിക്കയിൽ അക്കാലത്ത് ഒരു വനിത, അതും കറുത്ത വർഗക്കാരി, ഈ നേട്ടങ്ങളൊക്കെ അവർക്ക് എങ്ങനെ സാധിച്ചു? ഈ ലോകം മുഴുവൻ അവർക്കെതിരായി നിന്നിരുന്ന കാലഘട്ടത്തിലാണ് ഈ നേട്ടങ്ങൾ കൊയ്തത് എന്നും ഓർക്കേണ്ടതുണ്ട്. ദ പോം അഡ്രസ്സസ് റേസിസം ആൻഡ് ഇൻഹെറന്റ് ജെൻഡർ ഇനീക്വാലിറ്റി. വർണ്ണവിവേചനം, ലിംഗവിവേചനം എന്നീ അനീതികളെയും അസമത്വങ്ങളെയുമാണ് ഈ കവിത അതിൻ്റെ പ്രമേയമാക്കിയിരിക്കുന്നത്. ത്രൂ ഔട്ട് ദിസ് പോം ദ പോയിറ്റ് explores her journey and the obstacles that were in her way to becoming her true self. അവരുടെ ജീവിതയാത്ര, ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരാനുള്ള അവരുടെ പ്രയത്നങ്ങൾക്കിടയിൽ നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ, ഇതൊക്കെയാണ് ഈ കവിതയിൽ നമ്മുടെ പ്രിയ കവിയായ ലൂസീൽ ക്ലിഫ്റ്റൺ ആവിഷ്കരിക്കുന്നത്. Well, friends, this is a brief intro. Now, take a look at the short answer questions. Here is question number 1. Comment on the form of the poem. ഈ കവിതയുടെ രൂപത്തെ പറ്റി എന്താണ് അഭിപ്രായം? ഇതാണ് ചോദ്യം. Now, here is the answer. Won't You Celebrate With Me by Lucille Clifton is a 14-line poem that is commonly regarded as a sonnet. However, it does not use a traditional sonnet rhyme scheme or metrical pattern. ലൂസീൽ ക്ലിഫ്റ്റന്റെ ഈ കവിത സാധാരണയായി സോനറ്റ് എന്ന് വിളിക്കുന്ന ഒരു ചെറിയ കവിതയുടെ രൂപത്തിലുള്ളതാണ്. എന്നാൽ പരമ്പരാഗതമായി സോണറ്റുകളിൽ കാണാറുള്ള പ്രാസമോ മറ്റ് വൃത്ത അലങ്കാരങ്ങളോ ഒന്നും തന്നെ ഈ കവിതയിൽ ഉപയോഗിച്ചിട്ടില്ല. ഇൻഫാക്ട് ക്ലിഫ്റ്റൺ chose not to use any pattern of rhyme or rhythm in Won't You Celebrate With Me. Won't You Celebrate With Me, എന്നോടൊപ്പം നീയും ആഘോഷിക്കില്ലേ എന്ന ഈ കവിതയിൽ ഇപ്പറഞ്ഞ സാങ്കേതികതകൾ ഒന്നും തന്നെ കവി ബോധപൂർവം ഉപയോഗിച്ചിട്ടില്ല എന്ന് ഓർക്കണം. Well, friends, this is the answer. Now, take a look at short answer question number 2. What does the phrase a kind of life suggest? A kind of life, ഏതാണ്ട് ഒരു ജീവിതം പോലത്തെ ഒരു സംഗതി എന്ന വാക്യം കൊണ്ട് കവി ഉദ്ദേശിക്കുന്നത്, കവി ധ്വനിപ്പിക്കുന്നത് എന്താണ്? ഇതാണ് ചോദ്യം. The phrase a kind of life suggests that it is a life far from the ideal. It is not the one which people usually wish to have. ഈ വാക്യം കൊണ്ട് നമ്മുടെ കവി ഉദ്ദേശിക്കുന്നത് സാധാരണ ഒരു മനുഷ്യ ജീവിതവുമായി അവരുടെ ജീവിതത്തിന് യാതൊരു ബന്ധവുമില്ലായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതമായിരുന്നില്ല അവരുടെ ജീവിതം എന്നാണ്. However, it is self-affirmative and real. എന്നാൽ അത് സ്വയം പടുത്തുയർത്തിയ ഒരു യഥാർത്ഥ ജീവിതമായിരുന്നു. It has been built up by the poet Lucille Clifton herself with her own hands without relying on any example or model. മറ്റാരുടെയും സഹായമില്ലാതെ, ഒരു മാതൃകയെയും ആശ്രയിക്കാതെ ലൂസീൽ ക്ലിഫ്റ്റൺ എന്ന കവി സ്വന്തം കൈകൾ കൊണ്ട് മാത്രം സൃഷ്ടിച്ചെടുത്ത ഒരു ജീവിതം. Well, this is the answer. Now, short answer question number 3. What is the connotation of the line I made it up? ഞാൻ അത് സ്വയം ഉണ്ടാക്കിയെടുത്തു. I made it up എന്ന പ്രയോഗം കൊണ്ട് കവി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇതാണ് ചോദ്യം. The poet Lucille Clifton refuses to accept
the ideals proclaimed by other people with whom she has no affinity. കവിക്ക് ഇഷ്ടമില്ലാത്ത ആളുകളുടെ ആദർശങ്ങൾ സ്വീകരിക്കാൻ അവർ വിസമ്മതിക്കുന്നു. She chose to create life according to her own beliefs. സ്വന്തം വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിതം നയിക്കാനാണ് അവർ തീരുമാനിച്ചത്. The speaker has overcome every hurdle and modeled herself on her own image. അങ്ങനെ ജീവിതത്തിലെ പ്രതിസന്ധികളെ ഒക്കെ അവർ തരണം ചെയ്തു. അങ്ങനെ സ്വന്തം പ്രതിച്ഛായയിൽ അവരുടെ ജീവിതത്തെ അവർ സ്വയം വാർത്തെടുത്തു. Friends, this is the answer. Now, short answer question number 4. What is the significance of the phrase between star shine and clay? ഈ വാക്യത്തിൻ്റെ, അതായത് ബിറ്റ്വീൻ സ്റ്റാർ ഷൈൻ ആൻഡ് ക്ലേ എന്ന വാക്യത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ഇതാണ് ചോദ്യം. Take a look at the answer. The phrase between star shine and clay represents the divide between opportunity and reality. The stars represent the promise of the future, whereas the clay is the earth in this metaphor, the lack of opportunity and the absolute reality. അവസരങ്ങളും യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള അന്തരത്തെയാണ് ഈ വാക്യം സൂചിപ്പിക്കുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് സ്റ്റാർസ്, രണ്ട് ക്ലേ. സ്റ്റാർസ് അതായത് നക്ഷത്രങ്ങൾ സൂചിപ്പിക്കുന്നത് ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്, അതായത് അവസരങ്ങളാണ്. എന്നാൽ ക്ലേ അതായത് ചെളിമണ്ണ്, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം അധിവസിക്കുന്ന ഭൂമിയെയാണ്, അതായത് യാഥാർത്ഥ്യത്തെയാണ്. അപ്പോൾ സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ അവസരങ്ങളും ക്ലേ എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യവും. ബീയിങ് നോൺ വൈറ്റ് ആൻഡ് വുമൺ, you can see the opportunity, the stars others are talking about, but without a definite path to get there, you are stuck almost the clay. ഓർക്കണം, ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർ വെള്ളക്കാരി ആയിരുന്നില്ല എന്ന് പറഞ്ഞാൽ തൊലി കറുത്തതായിരുന്നു എന്നർത്ഥം. രണ്ട്, അവർ ഒരു സ്ത്രീ ആയിരുന്നു. അക്കാലത്ത് അമേരിക്കയിൽ ഒരു കറുത്ത വർഗ്ഗക്കാരി, അതായത് കറുത്ത തൊലിയുള്ള പ്രത്യേകിച്ചും ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യമായിരുന്നില്ല. വെള്ളക്കാർക്ക് കിട്ടിയിരുന്ന സൗകര്യങ്ങൾ ഇക്കൂട്ടർക്ക് നിഷേധിച്ചിരുന്നു. മറ്റുള്ളവർ പറയുന്ന അവസരങ്ങളാകുന്ന നക്ഷത്രങ്ങളെ കണ്ണുകൊണ്ട് കാണാൻ മാത്രം കഴിയും, എന്നാൽ അത് കിട്ടാൻ യാതൊരു വഴിയുമില്ല. കറുത്ത വർഗ്ഗക്കാരി ആയിരുന്നതുകൊണ്ട് അവരുടെ ജീവിതം ചെളിക്കുണ്ടിൽ തന്നെ. ഇതാണ് ഉത്തരം. Friends, thank you for watching. See you soon. Bye bye.